ഈശോയിൽ പ്രിയരെ, എസ് മീഡിയ ലോഗോസ് ക്വിസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 ലോഗോസ് ക്വിസിന് വേണ്ടിയുള്ള പരിശീലനം ആരംഭിച്ച് ഇന്ന് 13ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന പഴയ നിയമത്തിലെ വചനഭാഗമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായം. അതിന് മുന്നോടിയായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ബൈബിളിലെ 7ാമത്തെ പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത്. 7ാമത് കാണപ്പെടുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ദൈവം അയച്ച 12 പടനായകന്മാരുടെ ചരിത്രമാണ്. ഇതിൽ പ്രധാനമായിട്ടും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രതിപാദന വിഷയമെന്ന് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആകെ 21 അധ്യായങ്ങളാണുള്ളത്. ഈ 21 അധ്യായങ്ങളിലായിട്ട് 617 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പഠന ഭാഗത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വചന അധ്യായങ്ങളെന്ന് പറയുന്നത് 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. അവിടെ ആകെ നമുക്ക് കാണാൻ പറ്റുന്നത് 298 വാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തലക്കെട്ടുകളൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ 11ാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ ന്യായാധിപന്മാർ 10ാം അധ്യായത്തിലെ ജഫ്ത എന്ന തലക്കെട്ടിന് കീഴേ വരുന്നതിൻ്റെ ബാക്കി പത്രം എന്നോണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജഫ്തയെക്കുറിച്ച് തന്നെയാണ് 11ാം അധ്യായത്തിലും പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ചോദ്യങ്ങളിലൂടെ നമുക്ക് ആ 11ാം അധ്യായത്തെ ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ നമുക്ക് 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ആദ്യം കടന്നു വരുന്ന നമ്മുടെ പഠനഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ജഫ്തായെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11ാം അധ്യായത്തിൽ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഗിലെയാദ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശക്തനായ സേനാനിയായിട്ട് ന്യായാധിപൻ 11ാം അധ്യായത്തിൽ എടുത്തു കാണിക്കുന്ന വ്യക്തി ആരാണ്? ഉത്തരം ജഫ്തയാണ്. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ ആദ്യ പേരുകാരനായ ജഫ്ത, 11ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആദ്യ പേരുകാരനായ ജഫ്ത ഏത് നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഏത് ദേശക്കാരനാണ്? ഉത്തരം ഗിലെയാദ്. അടുത്ത ചോദ്യം, ഗിലെയാദുകാരനായ ജഫ്തയുടെ സവിശേഷതയായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യം. ഉത്തരം ശക്തനായ സേനാനി. അടുത്ത ചോദ്യം, ഗിലെയാദുകാരനായ ജഫ്തയുടെ പിതാവ് ആരാണ്? ഉത്തരം ഗിലെയാദ്. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായത്തിൽ വേശ്യാപുത്രൻ എന്ന് പ്രതിപാദിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ജഫ്തയെക്കുറിച്ചാണ്. അടുത്തൊരു ചോദ്യം, ജഫ്തയുടെ പിതാവായ ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ വളർന്നപ്പോൾ വേശ്യാപുത്രനായ ജഫ്തയോട് ചെയ്തത് എന്താണ്? ഉത്തരം ജഫ്തയെ പുറന്തള്ളി. 11ാം അധ്യായം 2ാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 11ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളൊന്ന് നോക്കാം. ഗിലെയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാരുണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജഫ്തയെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അടുത്ത ചോദ്യം, അന്യസ്ത്രീയുടെ മകനായ ജഫ്തയ്ക്ക് പിതാവിൽ നിന്നും എന്ത് ലഭിക്കാൻ പാടില്ല എന്നാണ് ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ശഠിക്കുന്നത്? ഉത്തരം പിതാവിൻ്റെ അവകാശം. അടുത്ത ചോദ്യം, പിതാവിൻ്റെ അവകാശം ലഭിക്കാൻ പാടില്ല എന്ന സഹോദരന്മാരുടെ ആ ഒരു നിലപാടിനെ തുടർന്ന് പുറന്തള്ളപ്പെട്ട ജഫ്ത സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി താമസിച്ചതായി പറയുന്ന സ്ഥലം ഏത്? ഉത്തരം തോബ് ദേശത്ത് പോയി താമസിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് 11:3 വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. അടുത്ത ചോദ്യം, സഹോദരന്മാരിൽ നിന്നും ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് താമസിച്ച ജഫ്തയോട് കൂടെ ചേർന്നത് ആരാണ്? ഉത്തരം ഒരു നീച സംഘം. അടുത്ത ചോദ്യം, തോബിൽ താമസിച്ച ജഫ്തയോട് ചേർന്ന് നീച സംഘം ചെയ്തിരുന്നത് എന്താണ്? ഉത്തരം കൊള്ള ചെയ്ത് നടന്നിരുന്നു. അടുത്തൊരു ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 11ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേലിയർക്കെതിരെ യുദ്ധത്തിന് വന്നതാരെന്നാണ് പരാമർശിക്കുന്നത്? നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം
11-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. അക്കാലത്ത് അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ആരാണ്? അമ്മോനിയരാണ് എന്ത് ചെയ്തത്? 11-ാം അധ്യായത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അടുത്ത വാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം. അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ തോബ് ദേശത്ത് നിന്നും ജെഫ്തയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് അവിടേക്ക് പോയത് ആരാണ് എന്ന് 11:5 നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് 5-ാം വാക്യം വായിച്ചു നോക്കാം. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്ത് നിന്നും കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോയി. അപ്പോൾ ആരാണ്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരാണ് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് പോയത്. ഓക്കെ ആയാലോ? ഇനി നമുക്ക് അടുത്ത 6-ാം വാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ ആര് തങ്ങളെ നയിക്കണമെന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്? ഉത്തരം ജെഫ്ത. നമുക്ക് 6-ാം വാക്യം കണ്ട അവർ ജെഫ്തയോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്ന് ജെഫ്ത ചോദിക്കുന്നത് ആരോടാണ്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. അടുത്ത ചോദ്യം, അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ആര് ആരോട് ചോദിച്ചതാണ്? അപ്പോൾ നമുക്കിത് ഇങ്ങനെ, അതായത് ആര് ആരോട് ചോദിച്ചു, ആരുടെ വാക്കുകൾ തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു ചോദ്യം ഉന്നയിക്കാം. ഉത്തരം ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. അടുത്തൊരു ചോദ്യം, താങ്കൾ ജെഫ്തയുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്? അപ്പം അതിനെ നമ്മുടെ 7-ാം വാക്യത്തിന് ശേഷം 8-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ അവരെന്തിനു വന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ വന്നത്. അവരുടെ വാക്യത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. 8-ാം വാക്യം, ശ്രേഷ്ഠന്മാർ ജെഫ്തയോട് പറഞ്ഞു, നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. 2 കാര്യങ്ങൾക്കാണ്. 1, ഗിലെയാദിനോട് ചേർന്ന് യുദ്ധം ചെയ്യാൻ. 2, അവർക്ക് നേതാവായിരിക്കുവാൻ. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ആദ്യ സംഭാഷണം ആരൊക്കെ തമ്മിലായിരുന്നു? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആദ്യ സംഭാഷണം ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും. ജെഫ്തയും സഹോദരന്മാരും തമ്മിലും, പിന്നെ തുടർന്ന് ജെഫ്തയും ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ തമ്മിലുമുള്ള സംഭാഷണമാണ് നമുക്ക് 2-ാമതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ജെഫ്ത പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യുമെന്ന് തീർച്ച പറയുന്നത് ആരാണ്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. അടുത്ത ചോദ്യം, ജെഫ്ത പറയുന്നത് പോലെ ചെയ്യുമെന്ന് തീർച്ച പറയുന്ന ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് വ്യക്തമാക്കുന്നത്? ഉത്തരം കർത്താവ്. 11-10 വാക്യത്തിൽ നമുക്ക് കാണാം. ഇപ്രകാരമാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച. അപ്പം ഇവിടെ അവർക്ക് സാക്ഷിയായിരിക്കുന്നത് ആരാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത്? കർത്താവ്. അടുത്ത ചോദ്യം, ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് അവരോടൊപ്പം പോയ ജെഫ്തായെ ജനം സ്വീകരിച്ചത് ആരായിട്ടാണ്? ഉത്തരം നേതാവായിട്ട്. അടുത്ത ചോദ്യം, ഗിലെയാദിലെ ജനം നേതാവായി സ്വീകരിച്ച ജെഫ്ത ഏത് സ്ഥലത്ത് വെച്ചാണ് അവരോട് സംസാരിച്ചത്? ഉത്തരം മിസ്പ. അടുത്ത ചോദ്യം, ഗിലെയാദിലെ നേതാവായിരുന്ന അല്ലെങ്കിൽ നേതാവായി തീർന്ന ജെഫ്ത ദൂതന്മാരെ ആരുടെ അടുത്തേക്കാണ് അയച്ചത്? ഉത്തരം അമ്മോന്യ രാജാവിൻ്റെ അടുത്തേക്ക്. അടുത്ത ചോദ്യം, ഗിലെയാദിലെ നേതാവായിരുന്ന ജെഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ആദ്യമായി ചോദിച്ച അല്ലെങ്കിൽ അയച്ചിട്ട് ആദ്യമായിട്ട് അമ്മോന്യ രാജാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഉത്തരം, എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അടുത്തൊരു ചോദ്യം, ഇസ്രായേൽ ജനം എവിടെ നിന്ന് വന്നുവെന്നാണ് അമ്മോന്യ രാജാവ് ജെഫ്തയുടെ ദൂതന്മാരോട് സൂചിപ്പിക്കുന്നത്? അമ്മോന്യ രാജാവ് ജെഫ്തയുടെ ദൂതന്മാരോട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഈജിപ്തിൽ നിന്നും വന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ എവിടം മുതൽ എവിടം വരെയുള്ള തൻ്റെ സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് ജെഫ്ത അയച്ച ദൂതന്മാരോട് അമ്മോന്യ രാജാവ് പറഞ്ഞത്? ഉത്തരം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള പ്രദേശങ്ങൾ. 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് ഈ പ്രദേശങ്ങളുടെ പേര് കാണാം. 13-ാം വാക്യം ഇപ്രകാരമാണ്, അമ്മോന്യ രാജാവ് ജെഫ്തയുടെ ദൂതന്മാരോട് ചോദിച്ചു അല്ലെങ്കിൽ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലങ്ങൾ തനിക്ക് എങ്ങനെ തിരിച്ചു കിട്ടണമെന്നാണ് അമോന്യ രാജാവ് പറഞ്ഞത്? ഉത്തരം, യുദ്ധം കൂടാതെ തിരിച്ചു കിട്ടണം. അടുത്തൊരു ചോദ്യം, ഇസ്രായേൽ ആരുടെ ദേശം കൈയടക്കിയിട്ടില്ല എന്നാണ് ജഫ്ത 2 തവണ ദൂതന്മാർ വഴി അമ്മോന്യ രാജാവിനെ ബോധ്യപ്പെടുത്തിയത്? ഉത്തരം, മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ. അടുത്ത ചോദ്യം, ഈജിപ്തിൽ നിന്നും വരുന്ന വഴി ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്നും എത്തിയത് എവിടെയായിരുന്നുവെന്നാണ് ജഫ്ത അമോന്യ രാജാവിനെ ബോധ്യപ്പെടുത്തിയത്? ഉത്തരം, കാദേശിൽ. അടുത്ത ചോദ്യം, ഇസ്രായേൽക്കാർ കാദേശിൽ എത്തിയ അന്ന് ഏത് രാജാവിനോടാണ് തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് ദൂതന്മാർ വഴി അപേക്ഷിച്ചത്? ഉത്തരം, ഏദോം രാജാവിനോട്. അടുത്തൊരു ചോദ്യം, ഏദോം രാജാവിനെ പോലെ ഇസ്രായേൽക്കാരെ തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കാത്ത മറ്റൊരു രാജാവിനെക്കുറിച്ച് ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആരാണ് ആ രാജാവ്? ഉത്തരം, മൊവാബ് രാജാവ്. അപ്പോൾ ആദ്യം ഏദോം രാജാവ് സമ്മതിച്ചില്ല, പിന്നെ രണ്ടാമത് നമ്മൾ 17-ാം വാക്യത്തിൽ തന്നെ കാണാം മൊവാബ് രാജാവ് സമ്മതിക്കാത്തതായിട്ട്. ഈ ഏദോമിലെ മൊവാബിലെ രാജാക്കന്മാർ ഇസ്രായേൽക്കാരെ തങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കാത്തതിനാൽ അവർ താമസിച്ചത് എവിടെയാണ്? ഉത്തരം, കാദേശിൽ. ഇവർ കാദേശിൽ എന്ത് ചെയ്തു? ഈ 2 രാജാക്കന്മാർ പോകാൻ സമ്മതിക്കാഞ്ഞപ്പോൾ കാദേശിൽ താമസിച്ചു. ഏദോം മൊവാബ് രാജാക്കന്മാർ തങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കാത്തതിനാൽ ഇസ്രായേലിയർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏദോവും മൊവാബും ചുറ്റി എത്തിച്ചേർന്നത് എവിടെയാണ്? ഉത്തരം, മൊവാബിന് കിഴക്ക്. അടുത്ത ചോദ്യം, മൊവാബിൻ്റെ അതിർത്തിയായി സൂചിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം, അർണോൺ. അപ്പോൾ നോക്കുക, മൊവാബിൻ്റെ അതിർത്തിയായി സൂചിപ്പിക്കപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം, അർണോൺ. അടുത്ത ചോദ്യം, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏദോവും മൊവാബും ചുറ്റി മൊവാബിന് കിഴക്കെത്തിയ ഇസ്രായേലിയർ താവളമടിച്ചത് എവിടെയാണ്? ഉത്തരം, അർണോൻ്റെ മറുകര. അടുത്ത ചോദ്യം, ഹെഷ്ബോണിലെ അമോര്യ രാജാവിൻ്റെ പേരെന്ത്? ഉത്തരം, സീഹോൻ. അടുത്ത ചോദ്യം, ഏദോം മൊവാബ് രാജാക്കന്മാർക്ക് ശേഷം ആരുടെ നേതൃത്വത്തിലൂടെ ആരുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കണമെന്നാണ് ഇസ്രായേലിയർ ദൂതന്മാർ വഴി അപേക്ഷിച്ചത്? ഉത്തരം, അമോര്യ രാജാവായ സീഹോൻ്റെ. അടുത്ത ചോദ്യം, തൻ്റെ ദേശത്തിലൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാത്ത രാജാവ് ആരായിരുന്നു? നമ്മൾ 11:20 കാണാം വിശ്വാസം വരാത്ത രാജാവ് ആരായിരുന്നു? ഉത്തരം, സീഹോൻ. ഹെഷ്ബോണിലെ അമോര്യ രാജാവിൻ്റെ പേരാണ് സീഹോൻ. അടുത്തൊരു ചോദ്യം, തൻ്റെ ദേശത്തിലൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാത്ത സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഏത് സ്ഥലത്ത് താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത്? ഉത്തരം, യാഹാസിൽ. അടുത്ത ചോദ്യം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം, ഇസ്രായേലരുടെ കയ്യിൽ. അടുത്ത ചോദ്യം, ഇസ്രായേലക്കാർ സീഹോനെയും അവൻ്റെ ജനത്തെയും പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത ദേശം ഏതാണ്? ഉത്തരം, അമോന്യരുടെ ദേശം. അടുത്ത ചോദ്യം, അർണോൺ മുതൽ ജാബോക്കും വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ദേശം ആരുടേതെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ഉത്തരം, അമോര്യരുടെ. അടുത്ത ചോദ്യം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്നും അമോര്യരെ തുരത്തിയിരിക്കെ നീ അവകാശമാക്കാൻ പോകുന്നുവോ? ആരോട് ഉന്നയിച്ച ചോദ്യമാണിത്? ഉത്തരം, ജഫ്ത ദൂതന്മാർ വഴി അമോന്യ രാജാവിനോട്. അടുത്ത ചോദ്യം, അമോന്യരുടെ ദൈവമായി പ്രതിപാദിക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം, കെമോഷ് എന്ന് പറയുന്ന അതിനെയാണ് അവർ അമോന്യരുടെ ദൈവമായിട്ട് ആരാധിക്കുന്നത്. അടുത്ത ചോദ്യം, അമോന്യരുടെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വെക്കുന്നില്ലേ എന്ന് ജഫ്ത ദൂതന്മാർ വഴി ചോദിക്കുന്നത് ആരോടാണ്? ഉത്തരം, അമോന്യ രാജാവിനോട്. അടുത്ത ചോദ്യം, അമോന്യരുടെ ദൈവമായ കെമോഷ് നൽകുന്നത് അമോന്യ രാജാവ് കൈവശം വെക്കുന്നത് പോലെ ആര് തങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ തങ്ങൾ കൈവശമാക്കുമെന്നാണ് ജഫ്ത പറയുക? ഉത്തരം, ഞങ്ങളുടെ ദൈവമായ കർത്താവ്. അടുത്ത ചോദ്യം, മൊവാബിയ രാജാവ് ആര്? ഉത്തരം, സിപ്പോർ. അടുത്ത ചോദ്യം, മൊവാബിയ രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആര്? ഉത്തരം, ബാലാക്ക്. അടുത്ത ചോദ്യം, അമോന്യ രാജാവ് ആരേക്കാൾ ശ്രേഷ്ഠനാണോ എന്നാണ് ജഫ്ത ചോദിക്കുന്നത്? ഉത്തരം, ബാലാക്കിനേക്കാൾ. അടുത്ത ചോദ്യം, മൊവാബിയ രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്ക് ആരെ എപ്പോഴെങ്കിലും എതിർക്കുകയോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ എന്നാണ് ജഫ്തയോട് ചോദിക്കുന്നത്? ഉത്തരം, ഇസ്രായേലിനെ. അടുത്ത ചോദ്യം, ഹെഷ്ബോൺ, അരോവർ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുമുള്ള എല്ലാ പട്ടണങ്ങളിലും ഇസ്രായേൽ എത്ര വർഷമാണ് താമസിച്ചത്?
ഉത്തരം 300 വർഷം. നമുക്ക് 11 അധ്യായം 26 വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും 300 വർഷമാണ് ഹെഷ്മോൺ അരോവർ ഗ്രാമങ്ങളിലും അർണോന്റെ തീരത്തുള്ള എല്ലാ പട്ടണത്തിലും ഇസ്രായേൽക്കാർ താമസിച്ചത്. അടുത്ത ചോദ്യം, ജെഫ്ത ആരോടാണ് ഒരു അപരാധവും ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നത്? ഉത്തരം അമ്മോന്യ രാജാവിനോട്. അടുത്ത ചോദ്യം, അമ്മോന്യ രാജാവിനോട് താൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല എന്ന നിലയ്ക്ക് തന്നോട് അമ്മോന്യ രാജാവിൻ്റെ ഏത് പ്രവൃത്തിയാണ് തെറ്റായി മാറിയതെന്ന് ജെഫ്ത വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഉത്തരം? യുദ്ധം. അടുത്ത ചോദ്യം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ന്യായാധിപന്മാർ 11:27 അനുസരിച്ച് നൽകപ്പെടുന്ന വിശേഷണം എന്താണ്? ഉത്തരം ന്യായാധിപനായ കർത്താവ്. അപ്പം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കർത്താവിനെ ന്യായാധിപനായ കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്നത് 11 അധ്യായം 27 വാക്യത്തിലാണ്. അടുത്ത ചോദ്യം, ന്യായാധിപനായ കർത്താവ് ആർക്കിടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജെഫ്ത പറയുന്നത്? ഉത്തരം ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും. അടുത്ത ചോദ്യം, ഗിലെയാദിലെ നേതാവായ ജെഫ്തയുടെ സന്ദേശം വകവയ്ക്കാത്തത് ആരായിരുന്നു? ഉത്തരം അമ്മോന്യ രാജാവ്. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം അനുസരിച്ച് കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ചത് ആരുടെ മേലാണ്? ഉത്തരം ജെഫ്തായുടെ മേൽ. അടുത്ത ചോദ്യം, കർത്താവിൻ്റെ ആത്മാവ് ആവസിച്ച ജെഫ്ത ഗിലെയാദ്, മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഏത് പ്രദേശത്തേക്കാണ് കടന്നത്? ഉത്തരം ഗിലെയാദിലെ മിസ്പായിലേക്ക്. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായത്തിൽ കർത്താവിനെ നേർച്ച നേർന്നത് ആരാണ്? ഉത്തരം ജെഫ്ത. അടുത്ത ചോദ്യം, അമ്മോന്യരുടെ മേൽ കർത്താവ് ജെഫ്തായ്ക്ക് വിജയം നൽകുമെങ്കിൽ ജെഫ്ത അർപ്പിക്കുമെന്ന് പറയുന്ന ബലി ഏത്? ഉത്തരം ദഹനബലി. അടുത്ത ചോദ്യം, അമ്മോന്യരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ ജെഫ്തായെ എതിരേൽക്കാൻ പടിവാതിൽക്കൽ ആദ്യം വരുന്നയാൾ ആരുടേതായിരിക്കുമെന്നാണ് ജെഫ്ത കർത്താവിനോട് വാഗ്ദാനം ചെയ്തത്? ഉത്തരം കർത്താവിൻ്റേത്. അടുത്ത ചോദ്യം, യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്ന ജെഫ്തായുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചത് ആരെയായിരുന്നു? ഉത്തരം അമ്മോന്യരെ. അടുത്ത ചോദ്യം, അമ്മോന്യരുടെ എത്ര പട്ടണങ്ങളിലുള്ളവരെയാണ് ജെഫ്ത വകവരുത്തിയത്? ഉത്തരം 20. അടുത്ത ചോദ്യം, വലിയ കൂട്ടക്കൊല നടന്ന സ്ഥലമായി 11 അധ്യായത്തിൽ പറയുന്നത് ഏതെല്ലാം? ഉത്തരം അരോവർ, മിന്നിത്തിൻ, ആബേൽ കെരാമിം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജെഫ്തയുടെ ഭവനം അല്ലെങ്കിൽ ആ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മിസ്പായിൽ. അടുത്ത ചോദ്യം, അമ്മോന്യരെ തോൽപ്പിച്ച ശേഷം വീട്ടിലെത്തിയ ജെഫ്തായെ എതിരേൽക്കാൻ ആദ്യം എത്തിയത് ആരാണ്? ഉത്തരം ജെഫ്തയുടെ ഏക മകൾ. അടുത്ത ചോദ്യം, യുദ്ധവിജയത്തെ തുടർന്ന് തപ്പുകൊട്ടി നൃത്തം വെച്ച് ഏക മകളാൽ എതിരേൽക്കപ്പെട്ട ജെഫ്ത ദുഃഖത്തിലാവുകയും വിഷമത്തിലാവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഉത്തരം കർത്താവിന് നേർച്ച നേർന്നതിനാൽ. അടുത്തൊരു ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായത്തിൽ വസ്ത്രം കീറിക്കൊണ്ട് വിലപിക്കുന്നത് ആരാണ്? ഉത്തരം ജെഫ്ത. അടുത്ത ചോദ്യം, ദുഃഖത്താലും വിഷമത്താലും വസ്ത്രം കീറിക്കൊണ്ട് സംസാരിക്കുന്ന ജെഫ്ത തനിക്ക് എന്തിൽ നിന്നും പിന്മാറാൻ സാധിക്കുകയില്ല എന്നാണ് മകളോട് വ്യക്തമാക്കുന്നത്? ഉത്തരം നേർച്ചയിൽ നിന്നും. അടുത്ത ചോദ്യം, നേർച്ചകൾ നിറവേറ്റണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത്? അത് നമ്മൾ പറഞ്ഞു, ഏതാണ്? സംഖ്യയുടെ പുസ്തകം 30 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, പിതാവ് കർത്താവിന് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ നേർച്ച നിറവേറ്റാൻ ബലിയായി തന്നെ അർപ്പിക്കാൻ സ്വയം സന്നദ്ധയായത് ആരാണ്? ഉത്തരം ജെഫ്തായുടെ ഏക മകൾ. അടുത്ത ചോദ്യം, പിതാവിൻ്റെ നേർച്ചയനുസരിച്ച് തന്നെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കുന്നുവെങ്കിൽ എന്തിനെ പ്രതി വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജെഫ്തയുടെ മകൾ പിതാവിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം കന്യാത്വത്തെ പ്രതി. അടുത്ത ചോദ്യം, കർത്താവിന് ദഹനബലിയായി സമർപ്പിക്കേണ്ടതിനാൽ തൻ്റെ കന്യാത്വത്തെ പ്രതി എത്ര നാൾ വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജെഫ്തയുടെ മകൾ അപേക്ഷിച്ചത്? 2 മാസത്തേക്ക്. അടുത്ത ചോദ്യം, സഖിമാരോടൊപ്പം പർവ്വതങ്ങളിൽ പോയി വിലപിച്ച ശേഷം എത്ര മാസം കഴിഞ്ഞാണ് ജെഫ്തയുടെ മകൾ പിതാവിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നത്? ഉത്തരം 2 മാസം. അടുത്ത ചോദ്യം, വേറെ മകനോ മകളോ ഇല്ലാതിരുന്നിട്ടും തൻ്റെ ഏക സന്താനത്തെ അല്ലെങ്കിൽ മകളെ നേർച്ച നിറവേറ്റുന്നതിനായി കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച ന്യായാധിപൻ ആരാണ്? ഉത്തരം ജെഫ്ത. അടുത്ത ചോദ്യം, ആരെ ഓർത്താണ് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും കരയാൻ പോവുക പതിവായിരുന്നത്? ഉത്തരം ജെഫ്തയുടെ പുത്രിയെ ചൊല്ലി. അടുത്ത ചോദ്യം, ജെഫ്തയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും പതിവായി എത്ര ദിവസമാണ് കരയാൻ പോകുന്നത്? ഉത്തരം 4 ദിവസം. അത് 11 അധ്യായം 40 വാക്യത്തിൽ കാണാം, 4 ദിവസം. അടുത്ത ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളതെന്ന് ചോദിച്ചാൽ ആകെ മൊത്തത്തിൽ 40 വാക്യങ്ങളാണ് ഉള്ളത്. അപ്പം ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 11 അധ്യായത്തിൽ ഇനി സമാന വാക്യങ്ങളോടുണ്ട്, അതോടെ നോക്കാം.
11-ാം അധ്യായം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിന് സമാനമായിട്ട് വാക്യങ്ങൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ്. അതോടൊപ്പം തന്നെ 11-ാം അധ്യായം 35-ാം വാക്യം നേർച്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് സംഖ്യയുടെ പുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യം. ഇത്രയും രണ്ട് സമാന വാക്യങ്ങളെ നമുക്ക് ഈ 11-ാം അധ്യായത്തിൽ പഠിക്കാനുള്ളൂ. തലക്കെട്ടുകളൊന്നും തന്നെ ഇല്ല. ആകെ 40 വാക്യങ്ങളാണുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ജെഫ്തയെക്കുറിച്ചും ജെഫ്തയുടെ നേർച്ചയെക്കുറിച്ചും ജെഫ്തയുടെ മകളുടെ നേർച്ച നിറവേറ്റിക്കൊണ്ട് 2 മാസത്തേക്ക് വിലപിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇസ്രായേൽക്കാരെ അമോന്യ രാജാവായ സീഹോനെയും അതുപോലെ തന്നെ മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ കയ്യിൽ നിന്നുമൊക്കെ ഇസ്രായേലിൻ്റെ അതിനെ രക്ഷിക്കുന്നതായിട്ടുള്ള ആ ഒരു യുദ്ധത്തിലൂടെ രക്ഷിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ 11-ാം അധ്യായത്തിലൂടെ പഠിച്ചത്. ഇനി 12-ാം അധ്യായം നാളെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു നല്ല ദിവസം നേരുകയാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.